ഹലോ ഗൈസ്, ഞാൻ വീണ്ടും നിങ്ങളുടെ മുന്നിലൊരു സ്മൂത്തനിങ്ങിൻ്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സ്മൂത്തനിങ് റിലാക്സിങ് ആണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ വീണ്ടും വരാൻ കാരണം വേറൊന്നും കൊണ്ടല്ല, ഞാൻ വീണ്ടും ഒരു വീഡിയോ കണ്ടതാണ്. ശാസ്ത്രമംഗലത്തിൽ തന്നെയുള്ള ഒരു ഹെയർ കട്ടിനെ പറ്റിയും അവർ ചെയ്തത് കൊള്ളില്ല എന്ന് പറഞ്ഞ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ ശാസ്ത്രമംഗലത്തിലുള്ളവർ തന്നെ, ആ പാർലറിലുള്ളവർ തന്നെ വീണ്ടും അവര് ശരിക്കും അവര് സ്മൂത്തനിങ്ങിനെ റിലാക്സിങ്ങിനെയൊക്കെ കുറ്റം പറഞ്ഞിട്ട് അവര് ബ്രസീലിയൻ വൈറൽ ട്രീറ്റ്മെന്റ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇടുന്നുണ്ട്. അപ്പൊ ഞാനൊരു കാര്യം പറയാം, വർഷങ്ങളായിട്ട് സ്മൂത്തനിങ് റിലാക്സിങ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. ഇപ്പൊ ബ്രസീലിയൻ വൈറൽ ട്രീറ്റ്മെന്റ് ബൊട്ടക്സ് ഒന്നും കൊള്ളില്ല എന്ന് ഞാൻ പറയണില്ല. എല്ലാം നല്ലതാണ്, ചെയ്ത് നമ്മൾ സൂക്ഷിക്കുകയാണെങ്കിൽ എല്ലാം നല്ലതാണ്. ഇത് ഞാനിപ്പോൾ റിലാക്സിങ് ചെയ്തതിന് ശേഷമുള്ള വീഡിയോ ആണ്. ഇത്രയും സിൽക്കായിട്ട് ആ ഹെയർ കിടക്കണമെന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ ഇപ്പം ഏതൊരു ട്രീറ്റ്മെന്റ് ചെയ്താലും ശരി, നമ്മളിപ്പോൾ ഞങ്ങൾക്ക് ചെയ്ത് വിട്ട് ഞങ്ങൾക്ക് നോക്കേണ്ട ഒരു ടൈമുണ്ട്. അതിനുശേഷം വീട്ടിൽ പോയതിനു ശേഷം അല്ലെങ്കിൽ കറക്റ്റായിട്ട് നമ്മൾ പറയുന്ന ഇപ്പോൾ ഒരു ഹെയർ സ്പൈക്ക്, കണ്ടീഷണർ, ഷാമ്പൂ ഒക്കെ ഉപയോഗിക്കേണ്ടത് കസ്റ്റമറുടെ കടമയാണ്. അപ്പൊ അത് കറക്റ്റായിട്ട് ചെയ്തില്ലെങ്കിൽ, അതിപ്പോൾ ബ്രസീലിയൻ ആവട്ടെ, ഇപ്പൊ സ്മൂത്തനിങ് റിലാക്സിങ് ആയിക്കോട്ടെ, ബ്രസീലിയൻ വൈറൽ ആവട്ടെ, എന്തോ ആവട്ടെ, ഈ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്ത് വിടുന്നവരെയാണ് നമ്മൾക്കുള്ള ആ ഉത്തരവാദിത്തം. അതിനുശേഷം നമ്മൾ വീട്ടിൽ പോയിട്ടും കസ്റ്റമറാണ് ശ്രദ്ധിക്കേണ്ടത്. അതേപോലെ തന്നെ അത് കറക്റ്റായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, നമ്മൾ പറയുന്ന പോലെ ഫോളോ അപ്പിന് വന്നു കഴിഞ്ഞാലും നല്ല റിസൾട്ട് തന്നെ ഉണ്ടാവുന്നതായിരിക്കും. അതിന്റെ തെളിവുകൾ നിങ്ങൾക്ക് എൻ്റെ ബാക്കിയുള്ള വീഡിയോസിൽ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പുറകിലോട്ടുള്ള വീഡിയോസിൽ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എല്ലാം എൻ്റെ ഇൻസ്റ്റയിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സമയം കിട്ടുമ്പോൾ എല്ലാവരും അതൊന്ന് എടുത്ത് നോക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഞാൻ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. എല്ലാവർക്കും കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്.